വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ക്ലാസ് ഡിസ്കഷൻ എന്ന പോയമാണ്. റീസൈറ്റ് ആൻഡ് ഡിസ്കസ്. നമുക്ക് നന്ദി വായിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. ഇൻ ദി ക്ലാസ് ഡിസ്കഷൻ ജെയിൻ യു ഹാർഡ്ലി സെഡ് എ വേർഡ്. വി ഓൾ ഹേർഡ് അവർ ഒപ്പീനിയൻസ്, ബട്ട് ഫ്രം യു വി ബിയർലി ഹേർഡ്. You sat and stared in silence, surrounded by the chatter. Now tell me, Jane, and please be plain. Is there anything the matter? Jane looked up and then she spoke. Her voice was clear and low. There are many people in this world who are rather quiet, you know. ഇതൊരു പോയമാണ്. ഈ പോയം എഴുതിയ ഗർവൈസ് ഫിൻ എന്ന പോയറ്റാണ്. നമുക്ക് ഈ പോയത്തിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇൻ ദ ക്ലാസ് ഡിസ്കഷൻ, ക്ലാസ്സിലെ ചർച്ചകൾക്കിടയിൽ. എന്താ ഡിസ്കഷൻ? ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതിനാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് ടുഗദർ ഇൻ എ ഗ്രൂപ്പ് ഓൺ എ സിംഗിൾ ടോപ്പിക്. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ആൾക്കാരെല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നതിനാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇൻ ദ ക്ലാസ് ഡിസ്കഷൻ ജെയിനോട് പറയുക, ഈ ക്ലാസ്സിൽ ചർച്ചകളിലേ യു ഹാർഡ്ലി സെഡ് എ വേർഡ്. നീ ഒന്നും പറഞ്ഞില്ലല്ലോ. വി ഓൾ ഹേർഡ് അവർ ഒപ്പീനിയൻസ്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അഭിപ്രായം വിളിച്ചു പറഞ്ഞു. വി ഓൾ ഹേർഡ് അവർ ഒപ്പീനിയൻസ്. ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു. ബട്ട് ഫ്രം യു വി ബയർലി ഹേർഡ്. പക്ഷേ നിന്നിൽ നിന്ന് ഞങ്ങളതൊന്നും കേട്ടില്ല. നീ ഒന്നും പറഞ്ഞില്ലെന്നർത്ഥം. യു സാറ്റ് ആൻഡ് സ്റ്റെയർഡ് ഇൻ സൈലൻസ്. നീ അവിടെ ഇരുന്നു. എന്നിട്ടോ സ്റ്റെയർഡ് ഇൻ സൈലൻസ്, നിശബ്ദമായി തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. യു സാറ്റ് ആൻഡ് സ്റ്റെയർഡ് ഇൻ സൈലൻസ്. നീ വളരെ നിശബ്ദമായിട്ട് ഇരുന്ന് എങ്ങനെയിരുന്നത്? തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ചുറ്റുപാടുമുള്ള കുട്ടികളെ അവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്. സറൗണ്ടഡ് ബൈ ദ ചാറ്റർ. ചുറ്റും എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നൗ ടെൽ മീ ജെയിൻ. ഇനി പറയൂ ജെയിനെ. ആൻഡ് പ്ലീസ് ബി പ്ലെയിൻ. നീ കാര്യം ക്ലിയറായിട്ട് പറയുക. എന്താണ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം? ക്ലിയർ മീൻസ് സോ ആസ് ടു ബി ഈസിലി ഹേർഡ് ഓർ സീൻ. കാര്യമായിട്ട് കേൾക്കാവുന്ന ഒച്ചത്തിലെന്ന് പറ. അതാണ് പറഞ്ഞത്. ഈസ് ദെയർ എനിത്തിങ് ദ മാറ്റർ. എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഈസ് ദെയർ എനിത്തിങ് ദ മാറ്റർ. നിനക്കെന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? മിണ്ടാതിരിക്കുകയാണെന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ജെയിൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ദെൻ ഷീ സ്പോക്ക്. അവൾ തലയുയർത്തി. എന്നിട്ട് അവൾ പറഞ്ഞു. ഹെർ വോയിസ് വാസ് ക്ലിയർ ആൻഡ് ലോ. അവളുടെ സൗണ്ട് ഉണ്ടല്ലോ, അവളുടെ ശബ്ദം ഇറ്റ് വാസ് ക്ലിയർ, വളരെ സുവ്യക്തമായിരുന്നു. ആൻഡ് ലോ, വളരെ ശബ്ദം കുറച്ചാണ് അവൾ സംസാരിച്ചത്. ദർ ആർ മെനി പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ വളരെയധികം ആൾക്കാരുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് അവൾ പറയുന്നത്? ഹു ആർ റാദർ ക്വയറ്റ്, യു നോ. വളരെ ക്വയറ്റായിരിക്കുന്ന ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. ക്വയറ്റ് മീൻസ് അധികം സംസാരിക്കാത്ത ആൾക്കാർ. അങ്ങനെയുള്ളവരും ഈ ലോകത്തിലുണ്ടെന്നാണ് ജെയിൻ പറഞ്ഞത്. നമുക്ക് ഇനി പാഠത്തിലെ ന്യൂ വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കാം. പുതിയ വാക്കുകളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തത് ഡിസ്കഷൻ. എന്താ ഡിസ്കഷൻ? ടോക്കിംഗ് ടുഗദർ ഇൻ എ ഗ്രൂപ്പ് ഓൺ എ സിംഗിൾ ടോപ്പിക്. ഒരു സിംഗിൾ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നതിനാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആൾക്കാർ ഇന്നും ചർച്ച ചെയ്യുന്നു. ഡിസ്കഷൻ മീൻസ് ചർച്ച. AIRED, AIRD. AIRD മീൻസ് മേക്ക് എ പബ്ലിക്. എല്ലാവരും അറിയത്തക്ക രീതിയിൽ പറയുക. ഇറ്റ്സ് കോൾഡ് AIRD. ബയർലി, only just. Stare, look fixedly with eyes wide open. നമ്മൾ പറയുക തുറിച്ച് നോക്കാന്ന്, കണ്ണു തുറന്നിങ്ങനെ നോക്കിയിരിക്കുന്നു. ദെൻ പ്ലെയിൻ. പ്ലെയിൻ മീൻസ് ക്ലിയർ എന്നാണ് അർത്ഥം കേട്ടോ. അടുത്തത് ലെറ്റ് us read. നമുക്ക് വായിക്കാം. വാട്ട് ആക്ടിവിറ്റി വാസ് ഗോയിങ് ഓൺ ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിൽ എന്ത് ആക്ടിവിറ്റിയാണ് നടന്നുകൊണ്ടിരുന്നത്? വാട്ട് ആക്ടിവിറ്റി വാസ് ഗോയിങ് ഓൺ ഇൻ ദിസ് ക്ലാസ്. എന്ത് ആക്ടിവിറ്റി ആയിരുന്നു? ഡിസ്കഷനാണ്. അപ്പം നമ്മളെന്താ പറയും? ഡിസ്കഷൻ വാസ് ഗോയിങ് ഓൺ ഇൻ ദി ക്ലാസ്. നടന്നുകൊണ്ടിരുന്നത് ഡിസ്കഷനാണ്.
ഡിസ്കഷൻ വാസ് ഗോയിങ് ഓൺ ഇൻ ദ ക്ലാസ്. അതാണ് ഉത്തരം. ഹൂ വാസ് ക്വയറ്റ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ ആരായിരുന്നു നിശബ്ദത പാലിച്ചത്? ആരായിരുന്നു നിശബ്ദത പാലിച്ചത്? ജെയിൻ ആയിരുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ പറയും ജെയിൻ വാസ് ക്വയറ്റ് ഇൻ ദ ക്ലാസ് എന്ന് പറയും ഉത്തരം. ജെയിൻ വാസ് ക്വയറ്റ് ഇൻ ദി ക്ലാസ്. വൈ വാസ് ഷീ ക്വയറ്റ്. എന്തുകൊണ്ടാണ് അവൾ നിശബ്ദത പാലിച്ചത്? അതിന് താഴെ കുറേ ഉത്തരങ്ങളുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടിയത്. ഒന്ന്, ഷി വാസ് അഫ്രൈഡ് ടു എയർ ഹെയർ ഒപ്പീനിയൻസ്. അവളുടെ അഭിപ്രായം പറയുന്നതിന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. അതാണോ? അതല്ല, അത് ശരിയല്ല. ഷീ ഹെയ്റ്റഡ് ദ നോയ്സ്. അവൾക്ക് ഈ ശബ്ദം ഇഷ്ടമില്ലായിരുന്നു. അതുമല്ല. ഷീ ഡിഡ് നോട്ട് ലൈക്ക് ദി ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി ഒന്നും അവൾക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു. അതുമല്ല ഉത്തരം. ഷി വാസ് ക്വയറ്റ് ബൈ നേച്ചർ. അവൾ പ്രകൃതിയാ തന്നെ നിശബ്ദത പാലിക്കുന്ന കുട്ടിയായിരുന്നു. അതാണ് ഉത്തരം. ഷീ വാസ് ക്വയറ്റ് ബൈ നേച്ചർ. ആ ഉത്തരമാണ് എഴുതേണ്ടത്. അടുത്തത് നോക്കാം. ഹൗ ഡു യു ഇൻട്രാക്ട് ഇൻ ക്ലാസ് ഡ്യൂറിങ് ഡിസ്കഷൻസ്. ഡിസ്കഷൻ്റെ സമയത്ത്, ചർച്ചകളുടെ സമയത്ത് നിങ്ങൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത്? ഡു യു പാർട്ടിസിപ്പേറ്റ് ഓർ റിമെയിൻ ക്വയറ്റ്. നിങ്ങൾ അതിൽ പങ്കെടുക്കുമോ അതോ നിശബ്ദ ജീവിയായിട്ട് അവിടെ ഇരിക്കുമോ? അതാ ചോദ്യം. നിങ്ങളതിൽ പങ്കെടുക്കുമോ അതോ നിശബ്ദത പാലിച്ചിരിക്കുമോ? അതാണ് ചോദ്യം. കേട്ടോ. ഡിസ്കഷനിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ക്ലാസ് ഡിസ്കഷൻ. അടുത്തത് തിങ്ക് ആൻഡ് റൈറ്റ് ആണ്. ചൂസ് 2 ഫ്രണ്ട്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ 2 ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണം. ഹു ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അന്യോന്യം വളരെ ഡിഫറൻ്റ് ആയിരിക്കുന്നവർ, വളരെ വൈജാത്യമുള്ളവരെ തിരഞ്ഞെടുക്കണം. യൂസ് ദ ക്ലൂസ് ഇൻ ദ ബോക്സ് ടു ഡിസ്ക്രൈബ് ദ നേച്ചർ. ഇവിടെ തന്നിട്ടുള്ള ബോക്സിലെ ആ ബോക്സിൽ കുറേ വാക്കുകളുണ്ട്. അത് നമ്മൾ നോക്കണം. ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം. നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. നോട്ടി. നോട്ടി മീൻസ് ബാഡ്, ബാഡ്ലി ബിഹേവ്ഡ് എന്നൊക്കെയാണ് അർത്ഥം. നോട്ടി എന്ന് പറഞ്ഞാൽ ബാഡ്, ബാഡ്ലി ബിഹേവ്ഡ്. ലൈവ്ലി മീൻസ് ആക്റ്റീവ് ആൻഡ് എജൈൽ. ലൈവ്ലി മീൻസ് ആക്റ്റീവ് ഓർ എജൈൽ. ഷെയറിങ് മീൻസ് ഹെൽപ്ഫുൾ. കെയർലെസ്, ആബ്സെൻറ്റ് മൈൻഡഡ്. ഇന്നറ്റൻറ്റീവ് എന്നും പറയാം, ഇറസ്പോൺസിബിൾ എന്നും പറയാം. സ്റ്റുഡിയസ്, അക്കാഡമിക് അല്ലെങ്കിൽ സ്കോളർലി. ഹാർഡ് വർക്കിംഗ് എന്നും പറയാം. സ്റ്റുഡിയസ്, അക്കാഡമിക്, സ്കോളർലി ഓർ ഹാർഡ് വർക്കിംഗ്. ക്വയറ്റ് മീൻസ് നോയ്സ്ലെസ്. സൈലൻറ്റ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നോയ്സ്ലെസ്, സൈലൻ്റ് എന്നർത്ഥം. അടുത്തത് ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി മീൻസ് ക്ലോസ്. ഇൻറ്റിമേറ്റ്. അപ്പോൾ ഫ്രണ്ട്ലി മീൻസ് ക്ലോസ്, ഇൻറ്റിമേറ്റ്, ഗുഡ് നേച്ചേർഡ്. അടുത്തത് ഹെൽപ്ഫുൾ. ഹെൽപ്ഫുൾ മീൻസ് ബെനവോളൻസ്, കെയറിങ്, സപ്പോർട്ടീവ് എന്നൊക്കെ പറയാം. അടുത്തത് റെഗുലർ, ഫോളോവിങ് ഓർ അറേഞ്ച്ഡ് ഇൻ എ പാറ്റേൺ. അടുത്തത് ചിയർഫുൾ എന്നാണ്. ചിയർഫുൾ മീൻസ് നോട്ടീസബിളി ഹാപ്പി, ഡിലൈറ്റഡ് എന്നർത്ഥം. ഇനിയും ഒരു ബുക്കിൽ പറയുന്നത് എന്താണ്? ചൂസ് 2 ഫ്രണ്ട്സ് ഇൻ യുവർ ക്ലാസ് ഹു ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. യൂസ് ദ ക്ലൂസ് ഇൻ ദ ബോക്സ് ടു ഡിസ്ക്രൈബ് ദ നേച്ചർ. ഈ ബുക്കിൽ പറയുന്നത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് പറയുക? രമേശിനെയും ഗോപനെയും നമുക്ക് തിരഞ്ഞെടുക്കാം ക്ലാസ്സിൽ. രമേശ് ഈസ് നോട്ടി, കെയർലെസ് ആൻഡ് ലൈവ്ലി, ബട്ട് ഹീ ഈസ് ചിയർഫുൾ ആൻഡ് റെഗുലർ എന്ന് പറയാം. ഗോപൻ ഈസ് ക്വയറ്റ്, ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. ഹീ ഈസ് ഓൾസോ സ്റ്റുഡിയസ് ആൻഡ് ഷെയറിങ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.